ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ടോപ്പിക്കാണ് ഫീമെയിൽ പെൽവസ് എന്ന് പറയുന്നത്. ഫീമെയിൽ പെൽവസിന്റെ പാർട്സ് പഠിച്ചാൽ മാത്രമേ ബാക്കിയുള്ള ടോപ്പിക്സ്, അതായത് ഡയമീറ്റർ, ലാൻഡ്മാർക്ക് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ആദ്യം നമുക്ക് പാർട്സ് ഓഫ് പെൽവസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഈ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഈ ഒരു പാർട്ടില്ലേ, ഈ ഒരു പാർട്ടിന്റെ പേരാണ് സേക്രം. ഈ ഒരു പാർട്ടിന്റെ പേരാണ് സേക്രം എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള പാർട്ട് കണ്ടോ, ട്രയാങ്കുലർ ഷേപ്പിലുള്ള പാർട്ട്, ഇതിനെ നമ്മൾ ടെയിൽ ബോൺ എന്ന് പറയും, അല്ലെങ്കിൽ കോക്കെക്സ് എന്ന് പറയും. സേക്രം, ടെയിൽ ബോൺ അല്ലെങ്കിൽ കോക്കെക്സ്. ഈ ഒരു പോർഷനാണ് ഇലിയം എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനാണ് ഇലിയം. ഈ സേക്രവും ഈ ഇലിയവും കൂടെ ജോയിന്റ് ആയിരിക്കുന്ന ഈ ഒരു പാർട്ടിനെ നമ്മൾ സേക്രോ ഇലിയാക് ജോയിന്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ, ഈ ഒരു അപ്പർ പോർഷൻ കണ്ടില്ലേ, ഈ ഒരു പാർട്ടാണ് ഇലിയാക് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഈ ഒരു പാർട്ട് കണ്ടോ, ഈ ഒരു പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലിയോ പെറ്റിനൽ ലൈൻ. ഇലിയോ പെറ്റിനൽ ലൈൻ എന്ന് പറയും. ഇലിയോ പെറ്റിനൽ ലൈൻ. അതുപോലെ തന്നെ ഈ ഒരു പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് ഇലിയോ പെറ്റിനൽ എമിനൻസ്. ഇലിയോ പെറ്റിനൽ എമിനൻസ്. ഇതാണ് സിംഫൈസിസ് ക്യൂബസ്. ഈ ഒരു സർക്കുലർ പാർട്ട് കണ്ടോ, ഇതിന്റെ പേരാണ് ഒബ്റ്റുറേറ്റർ ഫോറമൻ എന്ന് പറയുന്നത്. ഒബ്റ്റുറേറ്റർ ഫോറമൻ. ഈ കോക്കിക്സും അതുപോലെ തന്നെ ഈ സേക്രവും കൂടെ ജോയിന്റ് ആയിരിക്കുന്ന ഈ ഒരു പോർഷൻ കണ്ടോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സേക്രോപൊസീജിയൽ ജോയിന്റ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സേക്രോ, ഈ ഒരു പാർട്ടാണ് സേക്രോപൊസീജിയൽ ജോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫീമെയിൽ പെൽവസിന്റെ കുറച്ച് പാർട്സ് എന്ന് പറയുന്നത്.